അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് 1-2 വട്ടമൊക്കെ ആഗ്രഹിച്ചു ഇവരുടെ അടുക്ക ചെന്ന് മുഖം ഒന്ന് കാണാൻ. പക്ഷെ സാത്താൻ ചില യാത്രയൊക്കെ തടി. നിരാശപ്പെട്ടു പോകരുത്, പ്രാർത്ഥിച്ച് പോരാടണം, വീണ്ടും വഴിയൊരുക്കും. പൗലോസിന്റെ യാത്രയെ തടഞ്ഞില്ലേ? സ്തോത്രം. അതെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചത് തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. 1-ാം ലേഖനത്തിലെ വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 5 അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇന്നലെ ചിന്തിച്ചല്ലോ, 1-9, 10, 2-19, 3-13, 4-13 മുതൽ താഴോട്ടും 5-23. അതിലെ 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, അതെങ്ങനെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മളത് ചിന്തിച്ചു. ഈ തെസ്സലോനിക്ക സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ഈ സഭയുടെ ക്വാളിറ്റി, 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 1:8 ഇന്നലെ വായിച്ചത് കൊണ്ട് വീണ്ടും വായിപ്പിക്കുന്നില്ല. 2, ഇവരുടെ വിശേഷത, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. 1:7. എന്തുവാ ഇവരുടെ മാതൃക? എടുത്തു പറയത്തക്ക മാതൃക 2-3 ഉണ്ട്. അതിൽ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കണ്ടത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടത്. ഒരു നല്ല മാതൃകയാണ്. ഉറക്കം തൂങ്ങിയിരുന്ന് നല്ല വചനം കൈക്കൊണ്ടത്, ഉഴപ്പി അടിച്ചിരുന്ന് വചനം കേൾക്കുകയല്ല. ഒത്താലാട്ടെ, അങ്ങനല്ല. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഞങ്ങള് ഉപദേശിമാരൊക്കെ പലയിടങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ചിലരെ ഞങ്ങൾക്ക് വലിയ തൃപ്തിയാണ്. അവരെ വചനം ആസ്വദിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ചിലതിൻ്റെ മോന്തയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയ പോയിന്റും കൂടെ മറന്നു പോകും. ആ നോട്ടവും തൂങ്ങിച്ചത്ത പോലുള്ള ഇരിപ്പും പഴയ കസാര തിണ്ണെ മടക്കി വെച്ച പോലെ യോഗത്തിന് വന്നിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ ഒരു തൃപ്തിയില്ല. എന്നാൽ ചിലര് ആ ഇരിപ്പും വചനം കേൾക്കുകയും ആസ്വദിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് ഒത്തിരി വേണ്ട, 2 മതി. സ്തോത്രം. അപ്പോൾ ഇവരുടെ മാതൃക, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. 2-ാമത്തെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. വേർപാട് അല്ല, 9-10 വാക്യത്തിൽ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. അല്ല, വേർപാട് വിട്ടു. നേരത്തെ ആചരിച്ചും അനുഷ്ഠിച്ചും ആരാധിച്ചും സേവിച്ചും പിന്തുടർന്നും സേവിച്ചതിനെല്ലാം അങ്ങ് വിട്ടു. അതാ വേർപാട്. ഇന്നലെ വിട്ടതും വിടാത്തതുമായ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ. എത്ര എണ്ണമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചേ? എണ്ണിയായിരുന്നല്ലോ, എത്രയായിരുന്നു? 24. ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകക്കാരെ കണ്ട് നമ്മൾ പഠിക്കുകയല്ല, നമ്മളെ കണ്ട് അവര് പഠിക്കണം. സ്തോത്രം. നമ്മുടെ നടപ്പും പോക്കും ഇരിപ്പും രീതി ആരാധനയും ചിട്ടയും നിഷ്ഠയും ക്രമങ്ങളൊക്കെ അവർ കണ്ട് അവര് പകർത്തണം. ഇപ്പം അത് ചിലയിടങ്ങളിലില്ല. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവമക്കൾ വേർപാട് പാലിക്കണം, കർക്കശമായി വേർപാട് പാലിക്കണം. നിങ്ങളാണ്ട് 23-ാം അധ്യായത്തിന്റെ 9 സംഖ്യ അറിവുള്ള വാക്യമാണ്, എന്നാലും വായിച്ചു. 23:9. ശിലാഗ്രഹങ്ങളിൽ ഞാനവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാനവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ആ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കർത്താവ് ഇവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോഴേ പറഞ്ഞു, നിങ്ങൾ കനാലിലോട്ട് പോകുക. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ജാതികളുടെ ഒരു മര്യാദ പഠിച്ചേക്കരുത്. അവരാവശ്യമില്ലാത്തൊക്കെ കാണിക്കുകയും എടുക്കുകയും ചെയ്യും. അതൊന്നും കണ്ട് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. നിങ്ങൾ സെപ്പറേറ്റാ. സ്തോത്രം. അവരത് ചെയ്തു, ഇവരെത് ചെയ്തു, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ സെപ്പറേറ്റാ. സ്തോത്രം. 3:8 എസ്തേർ ഹാമാൻ പറഞ്ഞ പ്രയോഗമാണ്. ഗുണം പിടിക്കാത്തവനാണെങ്കിലും കാര്യവും പറഞ്ഞു. 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്
നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. അതാ നിന്റെ സംസ്ഥാനത്തിലെ സകല രാജ്യങ്ങളിലുമുള്ള, രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. അതേതാ? അപ്പൊ എന്തായാലും കൊള്ളാം, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി ചിന്നിച്ചതറി കിടക്കുന്നു. ഒത്തിരിയില്ല, അവിടെ ഇവിടെയൊക്കെയാ. 8 കുടുംബം, 2 കുടുംബം, 1.5 കുടുംബം ചെതറി കിടക്കുക. പിന്നെ അതാ വിഷയം. അവരുടെ ന്യായ പ്രമാണം മറ്റുള്ള സകല ജാതികളിനോടതും വ്യത്യാസം വേണം. വേണ്ടേ? ഇല്ല പിന്നെ നമ്മൾ ഒരുപാട് തന്നെ വ്യത്യാസം. എല്ലാം ഏകപട, എമ്പട, ത്രിപട, ചമ്പടയായിട്ട് കിടക്കും. വ്യത്യാസം വേണം. സ്തോത്രം. അയലത്തുകാർ പറഞ്ഞ അവരാണ്ട് ആ വാഴൂര് സജിപ്പാസ് അവിടെ പോകാൻ കൊടുത്ത് വ്യത്യാസമുണ്ട്, പറയിപ്പിക്കണം. അവരവിടെ പോയിട്ടും അങ്ങനെ പറയിപ്പിക്കരുത്. എന്തായാലും അവരവിടെ പോയി ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അവരുടെ വീട്, പരിസരം, ജീവിതചര്യ, സംസാരം, ഇടപാട്, സമീപനം, വസ്ത്രധാരണം, പോക്ക്, വരവ്, ഇടപാട്, കൊടുക്ക വാങ്ങൽ, ഒത്തിരി വ്യത്യാസം. അത് പറയണം, പറയിപ്പിക്കണം.